പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ പരിസര പഠനം ഓൺലൈൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഒരു വർക്ക്ഷീറ്റാണിത്. ഇതിലുള്ള പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇതിലെ ഒന്നാമത്തെ പ്രവർത്തനം, പദസൂര്യൻ പൂർത്തിയാക്കാം. ഇവിടെ ഒരു പദസൂര്യൻ തന്നിട്ടുണ്ട്. വിവിധ തരം മണ്ണ്. നമ്മൾ ഈ പാഠഭാഗത്ത് വിവിധ തരം മണ്ണുകളെക്കുറിച്ച് പഠിച്ചു. അവയുടെ പേരാണ് ഇതിൽ എഴുതി ചേർക്കേണ്ടത്. രണ്ടെണ്ണം ഇവിടെ തന്നിട്ടുണ്ട്: കളിമണ്ണ്, ചെമ്മണ്ണ്. മറ്റു മണ്ണുകളുടെ പേര് എഴുതി ഈ പദസൂര്യൻ പൂർത്തിയാക്കുക. ഇനി രണ്ടാമത്തെ പ്രവർത്തനം, ആൽബം തയ്യാറാക്കുക. വ്യത്യസ്ത തരം മണ്ണിനങ്ങൾ ശേഖരിച്ച് ഒരു ആൽബം തയ്യാറാക്കാനുള്ള പ്രവർത്തനമാണ്. ഇന്നത്തെ ക്ലാസ്സിൽ ഒരു കുട്ടി തയ്യാറാക്കിയ ആൽബം നിങ്ങൾ കണ്ടു കാണും. വിവിധതരം മണ്ണിനങ്ങൾ എന്നെഴുതി വിവിധതരം മണ്ണിനങ്ങൾ ശേഖരിച്ച് ആൽബത്തിൽ ഒട്ടിച്ച് തയ്യാറാക്കിയ ഒരു ആൽബം നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായി ഒരു ആൽബം തയ്യാറാക്കുക. ഇനി പ്രവർത്തനം 3, മണ്ണിൽ എന്തെല്ലാം. ഇതൊരു പരീക്ഷണമാണ്. മേൽമണ്ണിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയുള്ള ഒരു പരീക്ഷണമാണ്. പരീക്ഷണം ചെയ്തു നോക്കൂ. ഇവിടെ കാണാം, നിങ്ങളുടെ സ്കൂൾ പരിസരത്തെ കിണറിന് സമീപം സ്കൂൾ മുറ്റം, മരച്ചുവട്, കളിസ്ഥലം എന്നിവിടങ്ങളിൽ നിന്ന് മണ്ണ് ശേഖരിക്കുക. ഓരോ സ്ഥലത്തു നിന്നും തുല്യ അളവിൽ മണ്ണ് എടുക്കാൻ ശ്രദ്ധിക്കണേ. അവ ഓരോ ഗ്ലാസ്സിലായി ഇടുക. വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കുക. കുറച്ചു സമയം അനക്കാതെ വെക്കുക. കൂട്ടുകാർക്ക് എന്തെല്ലാമാണ് കാണാൻ കഴിയുന്നത്? ഈ പരീക്ഷണക്കുറിപ്പ് പരിസര പുസ്തകത്തിൽ എഴുതണേ എന്നുള്ളൊരു പ്രവർത്തനമാണ്. അതോടൊപ്പം ആ മണ്ണിൽ നിങ്ങൾ കണ്ടെത്തിയ സാധനങ്ങൾ, എന്തൊക്കെ സാധനങ്ങളാണ് ആ മണ്ണിൽ അടങ്ങിയിട്ടുള്ളത്, നിങ്ങൾ കണ്ടെത്തിയത് എന്നുകൂടി എഴുതി ചേർക്കുക. ഇനി പ്രവർത്തനം 4, മണ്ണും വെള്ളവും. എല്ലാ മണ്ണും ജലം പിടിച്ചു നിർത്തുന്നത് ഒരുപോലെയാണോ എന്നുള്ള ഒരു പ്രവർത്തനമാണ്, ഒരു പരീക്ഷണമാണ്. ഇവിടെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വിവിധ തരം മണ്ണുകൾ ശേഖരിക്കുകയാണ്. എന്നിട്ട് 3 കണ്ണൻ ചിരട്ടകൾ എടുത്ത് 3ലും ദ്വാരങ്ങൾ ഇടുക. പഞ്ഞിയോ പരുത്തി തുണിയോ ചിരട്ടയുടെ ദ്വാരത്തിൽ വെക്കുക. ശേഖരിച്ച മണ്ണ് 3 ചിരട്ടകളിലായി നിറയ്ക്കുക. മണ്ണ് തുല്യ അളവിലാണ് നിറയ്ക്കേണ്ടത്. കണ്ണൻ ചിരട്ടകൾ ഓരോന്നും ഓരോ ഗ്ലാസ്സിന് മുകളിൽ വെക്കുക. ഒരേ അളവിൽ വെള്ളം എല്ലാ ചിരട്ടകളിലും ഒഴിക്കൂ. കുറച്ചു സമയം നിരീക്ഷിക്കൂ. ഗ്ലാസ്സിൽ ശേഖരിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് നോക്കൂ, ഒരുപോലെയാണോ? ഈ പരീക്ഷണം ചെയ്തു നോക്കിയിട്ട് ഏത് ചിരട്ടയിലെ മണ്ണാണ് കൂടുതൽ വെള്ളം കുടിച്ചത് എന്ന് കണ്ടെത്തണം. ഈ പരീക്ഷണം ചെയ്ത് അതിൻ്റെ നിഗമനം ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. എല്ലാ മണ്ണിനും ജലം സംഭരിക്കാനുള്ള ശേഷി ഒരുപോലെയല്ല. മണൽ മണ്ണിന് ജലസംഭരണ ശേഷി കുറവാണ്. ജൈവവസ്തുക്കൾ അലിഞ്ഞു ചേർന്നിട്ടുള്ള ചെമ്മണ്ണിനാണ് ജലസംഭരണ ശേഷി കൂടുതൽ. ഈ നിഗമനം കൂടി എഴുതി ചേർക്കുക. ഓക്കെ.